റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി നുവഫിഖു ആണ്, യോജിപ്പിക്കാം. താഴെ 6 ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ ആദ്യത്തെ വാക്ക് വിട്ടുപോയിട്ടുണ്ട്. അതിവിടെ ഒരു ചിത്രത്തിലായിട്ട് അടുത്ത സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് പിന്നെ അർത്ഥങ്ങളൊക്കെ നോക്കി കൃത്യമായത് അവിടെ യോജിപ്പിച്ച് കൊടുക്കാനാണ്. ഒന്നാമത്തേത് നോക്കൂ, ഡാഷ് അദ്ദഹബു മിനൽ മുജൗഹറത്തി എന്നാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനുകളൊക്കെ നോക്കാം. മാ റക്കിബത്തു ആണ് ആദ്യത്തേത്. മാ റക്കിബത്തു പറഞ്ഞാൽ ഞാൻ കയറിയിട്ടില്ല എന്നാണ്. തൂന്ന് ലാസ്റ്റ് കൂടുമ്പോൾ ഞാൻ എന്നാവും. റക്കിബ അല്ലെ, റക്കിബത്തു കയറിയിട്ടില്ല എന്നാണ്. മാ വരുമ്പോൾ നഫിയായല്ലോ, കയറിയിട്ടില്ല. യൻസുറു പറഞ്ഞാൽ സഹായിക്കും എന്നാണ്, സഹായിക്കും. ലാ യൻളുറു പറഞ്ഞാൽ നോക്കുകയില്ല എന്നാണ്, നോക്കുകയില്ല. യൻളുറു നോക്കും, ലാ യൻളുറു നോക്കുകയില്ല. ഇർഹമൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഇവിടെ ജം ആണല്ലോ, ഇർഹം ഇർഹമ ഇർഹമൂ എന്നാണ്. നിങ്ങൾ കരുണ ചെയ്യുക എന്നാണ്, നിങ്ങൾ കരുണ ചെയ്യുക. പിന്നെ ലാ യദ്ഖുലു എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുകയില്ല എന്നാണ്. ലാ യദ്ഖുലു പ്രവേശിക്കും, ലാ യദ്ഖുലു പ്രവേശിക്കുകയില്ല. പിന്നെ സുരിക്ക പറഞ്ഞാൽ മോഷ്ടിക്കപ്പെട്ടു എന്നാണ്. സറക്ക മോഷ്ടിച്ചു, സുരിക്ക മോഷ്ടിക്കപ്പെട്ടു. ഇതൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇനി ഒന്നാമത്തെ എന്താ പറഞ്ഞത്, ഡാഷ് അദ്ദഹബു മിനൽ മുജൗഹറത്തി. അദ്ദഹബ് പറഞ്ഞാൽ സ്വർണം, മിനൽ മുജൗഹറ, മുജൗഹറ പറഞ്ഞാൽ ജ്വല്ലറി അല്ലേ, ജ്വല്ലറിയിൽ നിന്ന് സ്വർണം. ഇപ്പോൾ അത് ഏതാണ് ഇതിലൂടെ യോജിപ്പിക്കുക, അർത്ഥമൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിലൊന്നാമത്തേത് ഇതാണ്, സുരിഖയാണ് അല്ലേ. അപ്പോൾ എന്തായി, സുരിഖ ദഹബു മിനൽ മുജൗഹറത്തി എന്നായി, ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നർത്ഥം. രണ്ടാമത്തത് ഡാഷ് ഫി സഫീനത്തി, സഫീനത്ത് കപ്പൽ അല്ലേ, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം വരും. അപ്പോൾ ഫി സഫീനത്തി കപ്പലിൽ, ഇതാണ് അതിൻ്റെ ആൻസർ. പുസ്തകത്തിൽ അങ്ങനെ തന്നെ ഉണ്ട്. മാ റക്കിബത്തു എന്നാണ്, ഞാൻ കയറിയിട്ടില്ല അല്ലേ. മാ റക്കിബത്തു ഫി സഫീനത്തി പറഞ്ഞാൽ കപ്പലിൽ ഞാൻ കയറിയിട്ടില്ല എന്നായി. അപ്പോൾ അതാണ് അവിടെ യോജിപ്പിക്കേണ്ടത്. മൂന്നാമത്തത് ഡാഷ് അൽ ജന്നത്തു ജന്നത്ത ഖാത്തിഉൻ, ജന്നത്ത് പറഞ്ഞാൽ സ്വർഗ്ഗമാണ്. ഖാത്തിഉൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബബന്ധം മുറിക്കുന്നവൻ അല്ലേ, മുറിക്കുന്നവനാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശം എന്താണ്, കുടുംബബന്ധം മുറിക്കുന്നവൻ. അൽ ജന്നത്ത ഖാത്തിഉൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ എന്ത് ചെയ്യൂല, ലാ യദ്ഖുലു, അതൊരു ഹദീസാണ്. ഇതാണ് മൂന്നാമത്തെ ഉത്തരം. ലാ യദ്ഖുലു എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. അപ്പോൾ എന്തായി, ലാ യദ്ഖുലുൽ ജന്നത്ത ഖാത്തിഉൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നായി അർത്ഥം. ഇനി നാലാമത്തെ എന്താ, ഡാഷ് അൽ മുഅ്മിനു ദീൻ അല്ലാഹ് അല്ലേ, മുഅ്മിൻ സത്യവിശ്വാസി, ദീൻ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനെ എന്ത് ചെയ്യും, എന്താണ് അതിൻ്റെ ആൻസർ, സഹായിക്കും. യൻസുറു എന്നാണ് അവിടെ ചേർക്കേണ്ടത്, യൻസുറു. അപ്പോൾ ഇങ്ങനെ യൻസുറുൽ മുഅ്മിനു ദീൻ അല്ലാഹ്, മുഅ്മിന് സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കും എന്നായി. ഇനി അഞ്ചാമത്തെ എന്താ, ഡാഷ് മൻഫിൽ അർളി, ഡാഷ് മൻഫിൽ അർളി, ഭൂമിയിലുള്ളവർക്ക് അല്ലേ, അർള് ഭൂമിയാണ്. മൻഫിൽ അർളി എന്നാൽ ഭൂമിയിലുള്ളവർക്ക് എന്ത് ചെയ്യുക, എന്താണ്, ഇർഹമൂ നിങ്ങൾ കരുണ ചെയ്യുക എന്നാണ്. ഒരു പിന്നെ ഹദീസിൻ്റെ വാക്യാണ്, ഇർഹമൂ മൗഫിൽ അർളി ഇർഹമുക്കും മൗഫിസ് സമാ എന്നൊരു ഹദീസുണ്ട്. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും എന്നാണ്. ഇർഹമൂ നിങ്ങൾ കരുണ ചെയ്യൂ, മൗഫിൽ അർള് ഭൂമിയിലുള്ളവർക്ക്. അപ്പോൾ അതാണ് അവിടെ ചേർക്കേണ്ടത്. ആറാമത്തത് ഡാഷ് അള്ളാഹ് ഇലാ സുവരിക്കും വല ഇല അജ്സാമിക്കും, അള്ളാഹു
എന്ത് ചെയ്യൂല ഇലാ സുവരിക്കും നിങ്ങളുടെ രൂപത്തിലേക്കോ വല ഇല അജ്സാമിക്കും നിങ്ങളുടെ ശരീരത്തിലേക്കോ അല്ല എന്ത് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ആൻസർ. നോക്കുന്നത് അല്ലെങ്കിൽ നോക്കുകയില്ല എന്ന്. ലാ യൻളുറു എന്നവിടെ ചേർക്കുക. അപ്പോൾ എന്തായി? ലാ യൻളുറുല്ലാഹു അള്ളാഹു നോക്കുകയില്ല. ലാ യൻളുറുല്ലാഹു അള്ളാഹു നോക്കുകയില്ല. ഇലാ സുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും വല ഇലാ ജിസാമിക്കും നിങ്ങളുടെ ശരീരങ്ങളിലേക്കും. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ ലാ യൻളുറുല്ലാഹു ഇലാ സുവരിക്കും വല ഇലാ ജിസാമിക്കും നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ രൂപങ്ങളിലേക്കോ അള്ളാഹു നോക്കുകയില്ല എന്നർത്ഥം വരെ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു ബിൽ അംരിൽ ഹാദറിൽ മുനാസിബി. യോജിച്ച അംറ് ഹാദർ കൊണ്ട് പൂരിപ്പിക്കാനാണ്. അംറ് ഹാദറിൻ്റെ പാഠങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മാലി മുലാരി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അംറ് ഹാദറാണ് നമ്മൾ ചേർക്കേണ്ടത്, പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. അംറ് ഹാദർ പറഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ഒരാളോട് കൽപ്പിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം വരിക അല്ലേ. നമ്മൾ അടുത്തുള്ള ഒരാളോട് കൽപ്പിക്കുന്നതിനാണ് അംറ് ഹാദർ എന്ന് പറയാം. ഇവിടെ ഫസ്റ്റത്തത് കതബ അല്ലേ, അവൻ എഴുതി. യക്തുബു അവൻ എഴുതും. നീ എഴുതി എന്നുള്ള അർത്ഥം വരുന്ന അംറ് ഹാദറാണ് കൊടുക്കേണ്ടത്. അതിനെന്താ പറയുക? ഉക്തുബ് എന്നാണ് പറയുക. ഇത് ഊന്നെങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ എങ്ങനെ ഇത് ഉണ്ടാക്കാന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഉക്തുബ് അവസാനം സുക്കൂന് മസ്റ്റാണ്. ഉക്തുബു എന്ന് എഴുതിയാൽ തെറ്റാണ്, ഉക്തുബ് എന്നാണ്. രണ്ടാമത്തത് ഫരിഹ യഫ്രഹു എന്നാണ്. ഫരിഹ യഫ്രഹു അത് ഇഫ്രഹ് എന്നാണ് അതിൻ്റെ അംറ് ഹാദർ. ഉക്തുബ് നീ എഴുത്, ഇഫ്രഹ് അല്ലേ. ഫരിഹ അവൻ സന്തോഷിച്ചു, ഇഫ്രഹ് അവൻ സന്തോഷിക്കും, ഇഫ്രഹ് നീ സന്തോഷിക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ ഊന്നും ഈന്നും എങ്ങനെ കൊടുക്കാമെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അഥവാ ഇപ്പോൾ ഇത് ഒരു ഉദാഹരണം ഞാനിവിടെ മുലാരിയായ ഒരു ഫീൽ യക്തുബ് തന്നെ എഴുതി കാണിച്ചു തരാം. മുലാരിയായ ആ അക്ഷരം ഉണ്ടല്ലോ യാ, അതിൻ്റെ ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം പഠിച്ചത്. സുക്കൂനാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുക? മുലാറത്തിൻ്റെ അക്ഷരത്തിനാണ് കളയണം. പിന്നെ തുബു എന്നാണ് ബാക്കിയുള്ളത്. ഇനി അവിടെ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഇ അല്ലെങ്കിൽ ഉ, രണ്ടാലൊന്നാണ് കൊടുക്കുക. അതിപ്പോൾ എങ്ങനെ മനസ്സിലാവുക? അത് ഊന്നാണോ ഈന്നാണോ കൊടുക്കണമെങ്കിൽ അവസാനത്തെ ഈ മുതാരിയായ ഫീലിൻ്റെ അവസാനത്തെ അക്ഷരം ഉണ്ടല്ലോ ബു, അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഉണ്ടല്ലോ ഈ ഇവിടെ ആണുള്ളത്, ആ അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ തുടക്കത്തിൽ ഊന്ന് കൊടുക്കണം. ഇനി അവസാനത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹോ കസറോ ആണെങ്കിൽ കസർ കൊടുക്കണം. അപ്പോൾ ഇവിടെ യക്തുബു എന്നുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ളത് ത ആണ്, അതിന് ലൊമ്മായതുകൊണ്ട് ഊ കൊടുത്തു. അപ്പോൾ ഉക്തുബായി. പിന്നെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് ചെയ്യൽ മസ്റ്റാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഉക്തുബായി. ഇനി നേരത്തെ പറഞ്ഞ യഫ്രഹു നോക്കി നോക്കുകയാണെങ്കിൽ ഇഫ്രഹു വരാൻ കാരണം എന്താ യഫ്റഹു അല്ലേ, മുലാറത്തിൻ്റെ അക്ഷരത്തിനെ കളഞ്ഞു. അപ്പോൾ അവിടെ യാന്നുള്ളതില്ല. പിന്നെ അവിടെ ഈന ഊന്നോ വേണം. അതെങ്ങനെ നോക്കുക? അവസാനത്തെ അക്ഷരത്തിൻ്റെ മുമ്പുള്ളതാണ് നോക്കേണ്ടത്. മുമ്പുള്ള അക്ഷരം റ ആണ്. അതിന് ഫത്തഹ ആണെങ്കിൽ ഫത്തഹല്ല കൊടുക്കേണ്ടത്. ഫത്തഹ ആണെങ്കിലും മറ്റേ ഈ എന്നാണ് കൊടുക്കുക, കസറുള്ള ഈ. ഇനി കസറാണെങ്കിലോ അവസാനത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കസറാണെങ്കിലും ഇവിടെ കസർ തന്നെയാണ് കൊടുക്കേണ്ടത്. കസർ പറഞ്ഞാൽ ഈ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇഫ്രഹ് എന്നാണ് പറയുക. ആ എന്നുള്ളത് വരില്ല, ഒന്നെങ്കിൽ ഉ അല്ലെങ്കിൽ ഈ. അപ്പോൾ അങ്ങനെയാണ് ഫരിഹ യഫ്രഹു ഇഫ്രഹ് ആയത്. ഉക്തുബ് എങ്ങനെ ആയതെന്ന് മനസ്സിലാക്കാമല്ലോ. പിന്നെ മുലാറത്തിൻ്റെ അക്ഷരത്തിനെ കളയാം എന്ന് പറഞ്ഞാൽ മുലാരിയാന്ന് തെളിയിക്കാനുള്ള അക്ഷരം അത് യാ ആയിരിക്കും, അല്ലെങ്കിൽ ത ഒക്കെ ആയിരിക്കാം, നാ ആയിരിക്കാം. അതൊക്കെ കളയാം. എന്നിട്ട് അവിടെ ഊന്നോ ഈന്നോ കൊടുക്കുക. ഊന്നോ ഈന്നോ എങ്ങനെ കൊടുക്കുക എന്നുള്ള ഞാൻ പറഞ്ഞു. അവസാനത്തെ അക്ഷരത്തിൻ്റെ മുമ്പുള്ളത് ലൊമ്മാണെങ്കിൽ ഊന്ന് തലക്ക് കൊടുക്കുക. അവസാനത്തെ അക്ഷരത്തിൻ്റെ മുമ്പുള്ളത് ഫത്തഹോ കസറൊക്കെ ആണെങ്കിൽ ഈന്ന് തുടക്കത്തിൽ കൊടുക്കുക. പിന്നെ ലാസ്റ്റത്തെ അക്ഷരത്തിന് സുക്കൂന് ചെയ്യുക. അങ്ങനെയാണ് പഠിച്ചത്. ഇനി മൂന്നാമത്തത് ഇപ്പോൾ ഫരിഹ യഫ്രഹു കഴിഞ്ഞു, ഇഫ്രഹ ആയി. ഇനി 3 റമായിർമി. അതിൻ്റെ എങ്ങനെ വരിക? റമായിർമി അതിൻ്റെ ഇർമി എന്നാണ് വരിക. ഇർമി എങ്ങനെ അതങ്ങനെ വരാൻ കാരണം എന്താണ്? റമായിർമി എന്ന് പറയുന്നത് പിന്നെ അത് ഇല്ലത്തിൻ്റെ അക്ഷരമുണ്ട്. അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമാണ് അല്ലേ. ഇർമി എന്ന് പറയുമ്പോൾ ഈ ഇല്ലത്തിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യ ആണ്. അതായ യ ആയതുകൊണ്ട് പിന്നെ അതിനെ കളയണം. അതിന് മുലാറത്തിൻ്റെ അക്ഷരത്തിന് ഏതായാലും നമ്മൾ കളഞ്ഞു. അപ്പോൾ ർമി എന്നുള്ളതായി. എന്നിട്ട് അവിടെ ലാസ്റ്റ് ഇവിടെ കസറായതുകൊണ്ട് ഈ എന്ന് വെച്ച് കൊടുത്തു. പിന്നെ
എന്താണ് എന്താണ് ഇല്ലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് അതിനെ കളഞ്ഞു. അപ്പോൾ ഇർമി എന്നായി. ഇർമി എന്ന് ഇവിടെ നീട്ടാൻ പറ്റൂല. പിന്നെ നാലാമത്തത് ബാ യബീ ആണ്. ബാ യബീ. അത് മറ്റേ ഐനുൽ ഫീല് ഇല്ലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് ഇപ്പോൾ ബാ യബീ എന്നൊക്കെ പറയുമ്പോൾ ഐനുൽ ഫീല് പറഞ്ഞാൽ പിന്നെ അതിലേതുണ്ടതാ ബാ കണ്ടില്ലേ, ഐനുൽ ഫീല് എന്ന് പറഞ്ഞാൽ നടുവത്തെ അക്ഷരം. 3 അക്ഷരമാണെങ്കിൽ അതിലെ നടുവത്തെ അക്ഷരം അങ്ങനെ മനസ്സിലാക്കാം. ബാ യബീ തബീ. ഇവിടൊക്കെ യാ ആണ് ഐനുൽ ഫീല് വരുന്നുണ്ട്. ഐനുൽ ഫീല് ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. ഇല്ലത്തിൻ്റെ അക്ഷരം നേരത്തെ പറഞ്ഞാൽ അലിഫോ വാവോ യാ ഒക്കെ ആയതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, അതിനെയും കളയണം. അപ്പോൾ എന്തായി, ബാ യബീ ബി എന്നായി. ബി ബാ യബീ ബി. പിന്നെ അടുത്തത് വസന യസിനു ആണ്. വസന യസിനു പറഞ്ഞാൽ അത് പിന്നെ നമ്മൾ ആദ്യമാണ് പഠിച്ചത് അല്ലേ. മുദാറത്തിൻ്റെ അക്ഷരത്തിന് ശേഷമുള്ളത് ഹർക്കത്തുള്ളതാണെങ്കിൽ, മുദാറത്തിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ യാണ്, അതിന് ശേഷമുള്ള അക്ഷരം സ ആണ്, അതിന് ഹർക്കത്താണ്. അങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ പിന്നെ മുദാറത്തിൻ്റെ അക്ഷരത്തിനെ കളയണം, അവസാനത്തിന് സുക്കൂന് ചെയ്യണം. അപ്പോൾ വസന യസിനു തസിനു എന്തായി മാറും, സിൻ എന്നായി മാറും. സിൻ. അപ്പോൾ ഇങ്ങനെ കംബ്രഹാദറിന് ഉണ്ടാക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റി മൂന്നാമത്തത് നുമയ്യിസു ആണ്. നുമയ്യിസു പറഞ്ഞാൽ വേർതിരിക്കാനാണ്. എന്തൊക്കെയാണ് വേർതിരിക്കേണ്ടത്, 1 ജുംലത്തുൽ ഫേലിയായ ജുംല, 2 അൽ ജുംലത്തുൽ ഇസ്മിയായ ജുംല. ഇത് രണ്ടുമാണ് വേർതിരിക്കേണ്ടത്. അതിന് ഫേലിയായ ജുംല എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഫേലിയായ ജുംല പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫേല് കൊണ്ട് തുടങ്ങുന്ന ജുംല ഫേലിയായ ജുംല എന്ന് മനസ്സിലാക്കുക. അതിൽ ഫേലും ഫായിലും മഫൂലൊക്കെ ഉണ്ടാവും. ജുംലത്തുൽ ഫേലിയ അല്ലേ, ഫീല് കൊണ്ട് തുടങ്ങുന്ന ജുംല ഫീലിയ. ഫീല് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒക്കെ സിമ്പിളാണ്, 6ാം ക്ലാസ്സിൽ എത്തിയല്ലോ. പിന്നെ 2 അൽ ജുംലത്തുൽ ഇസ്മിയായ ജുംല പറഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ ഇസ്മായിരിക്കും. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് വേർതിരിക്കാം. ഫസ്റ്റത്തത് ജലസൽ ഹരിമു അലൽ മഖ്അദി എന്നാണ്. ഇവിടെ ജലസൽ ഹരിമു അലൽ മഖ്അദിലെ വൃദ്ധൻ ബെഞ്ചിന്മേലിരുന്നു എന്നാണ്. ഇവിടെ ഫസ്റ്റത്തത് ജലസയാണ്, ഇരുന്നു എന്ന് പറഞ്ഞാൽ അത് ഫിഅലാണ്. അപ്പോൾ അതെന്താണ്, ഒന്നാമത്തത് ഇത് ഫീലിയായ ജുംലയാണ്. അപ്പോൾ അതിവിടെ എഴുതാം. ഒന്നാമത്തത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫീലിയായ ജുംലയാണ്. ഇനി രണ്ടാമത്തത് എന്താണ്, അൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്നാണ്. വിശ്വാസികൾ സഹോദരന്മാരാണ്. ഇതിൽ അൽ മുഅ്മിനൂനയാണ് ഫസ്റ്റത്തെ വാക്ക്, വിശ്വാസികൾ. അത് ഫീലല്ലല്ലോ, അത് ഇസ്മാണ്. അപ്പോൾ അത് ഇസ്മിയായ ജുംലയിൽ എഴുതാം. അൽ മുഅ്മിനൂന ഇഖ്വത്ത് എന്നുള്ളത് ഇത് രണ്ടാമത്തേലാണ്, ഇസ്മിയായ ജുംലയിലാണ്. പിന്നെ ഖത്തലൽ ഖിത്തു ഫഅറൻ എന്നാണ് അടുത്തത്. ഖത്തല ഖിത്തു ഫഅറൻ, പൂച്ച എലിയെ കൊന്നു. ഖത്തല കൊന്നു, ഖിത്ത് പൂച്ച, ഫഅറൻ എലിയ അല്ലേ. ഇതിൽ ഖത്തലയാണ് ഫസ്റ്റത്തെ. ഖത്തല പറഞ്ഞാൽ കൊന്നു, അത് ഫേലാണ്, നമ്മൾ ചെയ്യുന്നതാണല്ലോ, ഫേല് പ്രവൃത്തിയാണല്ലോ. അപ്പോൾ അതെന്താണ്, അത് ഫീലിയായ ജുംലയിൽ പെടും. ഖത്തലൽ ഖിത്തു ഫഅറൻ ഫീലിയായ ജുംലയിൽ എഴുതാ. ഇനി അടുത്ത് നോക്കൂ, കല്ലമല്ലാഹു മൂസ തക്ലീമൻ അല്ലേ. കല്ലമല്ലാഹു മൂസ നബിയോട് അള്ളാഹു സംസാരിച്ചു എന്നുള്ളതാണ്. അതിൽ കല്ലമയാണ് ഫസ്റ്റത്തെ വാക്ക്. കല്ലമ പറഞ്ഞാൽ സംസാരിച്ചു, അതൊരു ഫേലാണ്, നമ്മൾ ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യാം, ഫീലിയായ ജുംലയിലാണ് എഴുതേണ്ടത്. കല്ലമല്ലാഹു മൂസ തക്ലീമൻ എന്നുള്ളത് ഫീലിയായ ജുംലയിൽ എഴുതി. ഇനി അടുത്തത് അനീസുൻ, ഇപ്പോൾ ഇത് ഒന്നാമത്തേലാണ് എഴുതേണ്ടത്. ഖത്തലിൽ ഖിത്തു ഫഅർ എന്നുള്ളതും ഒന്നാമത്തേലാണല്ലേ. ഇനി അനീസും വസലീമുൻ സ്വദീഖാനി എന്നാണ്. അനീസും സലീമും 2 കൂട്ടുകാരാണ് അല്ലേ. അതിൽ ആ ഫസ്റ്റത്തെ വാക്ക് അനീസാണ്. അനീസ് എന്നുള്ളത് ഇസ്മാണ്. അപ്പോൾ അത് ഇസ്മിയായ ജുംലയിൽ എഴുതാം. അനീസും വസലീമുൻ സ്വദീഖാനി ഇസ്മിയായ ജുംലയാണ്. അപ്പോൾ ഇസ്മിയായ ജുംലയിൽ എഴുതി. ലാസ്റ്റ് അൽ വലതു നായിമുൻ, കുട്ടി ഉറങ്ങുന്നവനാണ് എന്നാണ് അല്ലേ. അതിൽ തുടക്കത്തിൽ അൽ വലതാണ്, വലത് പറഞ്ഞാൽ കുട്ടി, അത് ഇസ്മാണ്, ഫീലല്ല. അപ്പോൾ അത് ഇസ്മിയായ ജുംലയിൽ എഴുതാം. അപ്പോൾ അൽ വലതു നായിം. അനീസും വസലീമുൻ സ്വദീഖാൻ എന്നുള്ളത് രണ്ടാമത്തത് ഇസ്മിയായ ജുംലയാണ്. അൽ വലതു നായിം എന്ന് പറഞ്ഞാലും ഇസ്മിയായ ജുംലയാണ്. അപ്പോൾ ഫീലിയായ ജുംലയിൽ ജലസൽ ഹരിമു അലൽ മഖ്അദി, ഖത്തൽ ഖിത്തു ഫഅറൻ, കല്ലമല്ലാഹു മൂസ തക്ലീമൻ. ഇസ്മിയായ ജുംലയിൽ അൽ മുഅ്മിനൂന ഇഖ്വ, അനീസും വസലീമുൻ സ്വദീഖാനി, അൽ വലതു നായിമുൻ. ഇങ്ങനെ വേർതിരിക്കാൻ വന്നാൽ ഫസ്റ്റത്തെ വാക്ക് നോക്കുക, ഇസ്മാണോ ഇസ്മിയായ ജുംലയിലേക്ക് എഴുതുക, ഫീലാണോ ഫീലിയായ ജുംലയിലേക്ക് എഴുതുക. സിമ്പിളായിട്ട് നമുക്ക് വേർതിരിക്കാം. ഇനി നാലാമത്തെ ആക്ടിവിറ്റി നുസരിഫു, സർഫാക്കാനാണ്.
അതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുഫ്രദ്, മുസന്ന, ജംഅ്, മുദക്കർ ഗായിബ്, മുഅന്നസ് ഗായിബ്, മുഅന്നസ് ഹാദിറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സർഫാക്കി എഴുതാൻ. ഫസ്റ്റ് ഇത് ലാ യക്ദിബ് ആണ്. ലാ യക്ദിബ് മുഫ്രദാണ്. അത് മുദക്കർ ഗായിബൊക്കെയാണ്. അതിൻ്റെ മുസന്ന എങ്ങനെ വരിക? ലാ യക്ദിബ എന്നാണ് വരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പല കുട്ടികളും എപ്പോഴും തെറ്റിക്കുന്നൊരു കാര്യമാണ്. ലാ യക്ദിബാനി എന്ന് എഴുതും. അപ്പോൾ തെറ്റാണ്, അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ഈ ലാസ്റ്റ് സുക്കൂന് വരികയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ലാസ്റ്റ് സുക്കൂന് വരുന്നുണ്ടല്ലോ, ഫീലിൻ്റെ അവസാനം ലാസ്റ്റ് സുക്കൂന് വരികയാണെങ്കിൽ പിന്നെ നൂന് സർഫാക്കുമ്പോഴുള്ള ആ നൂനൊക്കെ ഒഴിവാക്കണം. അഥവാ ജംഇലല്ലാതെ പിന്നെ ജംഅ് മുഅന്നസിൽ നൂനുണ്ടാവും, അത് ജംഅ് മുഅന്നസിൻ്റെ നൂന്. അല്ലാത്തതൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കുക. അപ്പോൾ ലാ യക്ദിബാനി ഉണ്ടാവില്ല, ലാ യക്ദിബാ. പിന്നെ അതിൻ്റെ ജംഅ് ലാ യക്ദിബൂ എന്നാണ് വരിക. ലാ യക്ദിബൂനാന്ന് ഉണ്ടാവില്ല, ലാ യക്ദിബൂ. പിന്നെ ലാ തക്ദിബ് ഇവിടെ മുഫ്രദ് മുഅന്നസ് ഉണ്ട്, അതിൻ്റെ മുസന്ന ലാ തക്ദിബാ എന്ന് വരും, ലാ തക്ദിബാ. പിന്നെ അതിൻ്റെ ജംഅ് മുഅന്നസ് ലാ യക്ദിബ്ന എന്നാണ് വരിക, ലാ യക്ദിബ്ന. ഇവിടെ നാന്നുണ്ടാവും, അത് ഒഴിവാക്കണ്ട, ലാ യക്ദിബ്ന. ഇനി ശ്രദ്ധിക്കേണ്ടത് ലാ തക്ദിബു, ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ തക്ദിബൂ എന്നുള്ള അത് മുദക്കറിൻ്റെ ഇവിടെ കൊടുത്തിട്ടില്ല, പിന്നെ മുഅന്നസിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ലാ തക്ദിബി, അതിൻ്റെ മുഫ്രദ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുസന്ന മുഅന്നസ് എങ്ങനെ വരിക? ലാ തക്ദിബാ, ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ തക്ദിബൂ എന്നല്ല ഇനി വരിക. ശ്രദ്ധിക്കണം, ഇവിടെ മുദക്കറല്ല മുഅന്നസാണ്. ലാ തക്ദിബി, ലാ തക്ദിബ, ലാ തക്ദിബ്ന എന്നാണ് ഇവിടെ. ജംഅ് മുഅന്നസാകുമ്പോൾ ലാ തക്ദിബ്ന എന്നാണ് വരിക. ഇനി അറിയാതെ എന്ത് ചെയ്യും? ലാ യക്ദിബ്, ലാ യക്ദിബ, ലാ യക്ദിബു, ലാ തക്ദിബ് എന്നുള്ള ഒരു ഓർമ്മയിൽ ലാ തക്ദിബ, ലാ തക്ദിബൂ എന്നൊക്കെ ഇവിടെ എഴുതും. അത് ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇനി അടുത്തത് നുജീബ് ഉത്തരം എഴുതാനാണ്. അതിലൊന്നാമത്തെ ചോദ്യം, കൈഫ യുൻഷഉ നഹിയുൽ ഗായിബ് മിൻ യക്തുബു. യക്തുബു എന്നുള്ളതിൽ നിന്ന് നഹിയു ഗായിബ് എങ്ങനെയാണ് എടുക്കുക? അത് യക്തുബു എന്നുള്ളത് മുലാരിയാണല്ലോ. മുലാരി ആയതുകൊണ്ട് എങ്ങനെയാണ്? ബി വളഇ ലാ ഫി അവ്വലിഹി വബി ജസ്മി ആഖിരിഹി എന്നാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെ? ബി വളഇ ലാ ഫി അവ്വലിഹി വബി ജസ്മി ആഖിരിഹി. അഥവാ ഈ യക്തുബു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ലാ എന്ന് ചേർത്ത് കൊടുക്കുക, പിന്നെ അവസാനത്തതിന് സുക്കൂന് ചെയ്യുക. ബി വളഇ ലാ എന്നുള്ളതിനെ വെക്കുക, ഫി അവ്വലിഹി അതിൻ്റെ ആദ്യത്തിൽ, വബി ജസ്മി സുക്കൂന് ചെയ്യുക, ജസ്മ് ചെയ്യുക, സുക്കൂന് ചെയ്യുക, ആഖിരി അതിൻ്റെ അവസാനം. അപ്പോൾ യക്തുബു എന്നുള്ളത് എന്താവും? ലാ യക്തുബ് എന്നാവും. ലാ യക്തുബു എന്നല്ല, ലാ യക്തുബ്. രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ലാ എന്നുള്ളത് തുടക്കത്തിൽ വെച്ച് കൊടുക്കുക, അവസാനത്തതിന് സുക്കൂന് ചെയ്യുക. രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തത് കൈഫ യുക്കവ്വനുൽ അംറുൽ ഗായിബ് മിനൽ മുലാരിയിൽ ഗായിബി. മുലാരി ഗായിബിൽ നിന്ന് അംറു ഗായിബിനെ എങ്ങനെയാണ് എടുക്കുക? അതിന് ചെയ്യേണ്ടത് എന്താണ്? തുടക്കത്തിൽ ലീ എന്നുള്ളതാണ് വെച്ചുകൊടുക്കേണ്ടത്. അഥവാ കസറുള്ള ലാമ് തുടക്കത്തിൽ വെച്ചുകൊടുക്കണം, പിന്നെ അവസാനത്തിന് സുക്കൂന് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ വെക്കാം? എങ്ങനെ എഴുതാം? ബിസിയാദത്തി ലാമിൻ മക്സൂറത്തിൻ ഫി അവ്വലിൽ ഫീലിൽ മുലാരി വസുക്കൂനിൽ ആഖിരി. ഇതിങ്ങനെ അറബി കൃത്യമായിട്ട് പഠിക്കാൻ വയ്ക്കാത്തൊരു പ്രയാസമുള്ളവരൊക്കെ എന്ത് ചെയ്യുക? അതിൻ്റെ അർത്ഥം അറബി മലയാളത്തിൽ എഴുതി കൊടുത്താലും മതിയാവും. എന്താണ്? മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ എന്ത് ചെയ്യാം? കസറുള്ള ലാമിനെ കൂടുതലാക്കുകയും അവസാനത്തതിന് സുക്കൂന് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. യക്തുബു എന്നുള്ളത് തന്നെയാണ് ഇവിടെ എന്ന് വിചാരിച്ചോളി. യക്തുബു. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവസാനം ഒരു കസറുള്ള ലാമിനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലീ എന്ന് ചേർക്കുക. ലീ കസറുള്ള ലാമിന് ആദ്യം ചേർത്ത് കൊടുക്കുക, തുടക്കത്തിൽ ലീ, പിന്നെ അവസാനത്തിന് സുക്കൂന് യാബു എന്നുള്ളത് ബീന്നാക്കുക. അപ്പോൾ ലി യക്തുബ് എന്നാകും. അപ്പോൾ അതാണ് മുലാരി ഗായിബിൽ നിന്ന് അംറു ഗായിബിന് ഉണ്ടാക്കേണ്ടത്. ഇനി മൂന്നാമത്തത് കൈഫ യുക്കവ്വന അംറുൽ ഹാളിരി മിനൽ മുലാരി ഹാളിരി. മുലാരി ഹാളിറിൽ നിന്ന് അംറു ഹാളിറിന് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? അതിന് ബിഹദഫി ഹർഫിൽ മുലാറഅത്തി വസുക്കൂനിൽ ആഖിരി എന്നാണ്. അഥവാ മുലാറഅത്തിൻ്റെ അക്ഷരത്തിനെ കളയൽ കൊണ്ടും അവസാനത്തിന് സുക്കൂന് ചെയ്യൽ കൊണ്ടും. ബിഹദഫി ഹർഫിൽ മുലാറഅത്തി വസുക്കൂനിൽ ആഖിരി എന്ന് എഴുതാം. അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്നെങ്കിൽ അറബി അറിയുന്നെങ്കിൽ അറബി തന്നെ കാണാതെ പഠിച്ചിട്ട് അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പഠിച്ചിട്ട് അറബി മലയാളത്തിൽ എഴുതുക.
ഇനി അടുത്ത ആറാമത്തെ ആക്ടിവിറ്റി നഖ്താറു നാത്ത വനക്തുബുഹു ഫിൽ ജദുവൽ എന്നാണ്. നാത്തിനെ തിരഞ്ഞെടുത്തുങ്ങാണ്ട് ഈ പട്ടികയിൽ ഈ കോളത്തിൽ എഴുതാനാണ്. നാത്ത് മന്നൂത്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇവിടെ ഒന്നാമത്തത് ഹുവ വലതുൻ സ്വാലിഹുൻ. ഹുവ അവൻ, വലതുൻ ഒരു ആൺകുട്ടിയാണ്, സ്വാലിഹുൻ നല്ല ആൺകുട്ടിയാണ്. ഇവിടെ നാത്ത് മന്നൂത്താണ് നമ്മളെ വിഷയം. അതിൽ ഒരേപോലെ രണ്ടെണ്ണം വരുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വലതുൻ സ്വാലിഹുൻ, ഈ വലതുൻ കുട്ടി അല്ലേ, ആൺകുട്ടി, ഇത് മൻഊത്താണ്, മൻഊത്ത്. ഇനി അതിൻ്റെ ആ കുട്ടി അവിടെ എന്താണോ സംഭവം അതിൻ്റെ വിശേഷണം, അതിൻ്റെ ക്വാളിറ്റി പറയുന്ന അടുത്തതുണ്ടല്ലോ സ്വാലിഹുൻ എന്നുള്ളതാണ് നാത്ത് വരിക. ഇതാണ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇങ്ങനെ ഇനി ഒന്നുകൂടി ഷോർട്ടാക്കി പറഞ്ഞാൽ ഒരേപോലത്തെ ഈ ഹർക്കത്തുകൾ ഫത്തഹ് കസ്റൊക്കെ ഉണ്ടല്ലോ, വലതുൻ ദുൻ വലതുൻ സ്വാലിഹുൻ ഒരേപോലെ രണ്ടെണ്ണമാണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തത് മൻഊത്തും രണ്ടാമത്തത് നാത്തും ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏതാണ് നാത്താണല്ലോ എഴുതാൻ പറഞ്ഞത്. അപ്പോൾ സ്വാലിഹുൻ എന്നായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ആവില്ല, ചിലപ്പോൾ നാത്തും മൻഊത്തും എഴുതാൻ വേണ്ടി ബോക്സൊക്കെ ആക്കിങ്ങാണ്ട് ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരേപോലെയുള്ള രണ്ടെണ്ണം നോക്കുക. അതിൽ ആദ്യത്തത് മൻഊത്ത്, രണ്ടാമത്തത് നാത്ത്. ഇനി ഒരു ട്രിക്കായിട്ട് പറഞ്ഞു തന്നതാണ്. ശരിക്കും നോക്കേണ്ടത് പിന്നെ ആ ഇസ്മ എന്താണോ അത് മൻഊത്തായിട്ട് വരും, അതിൻ്റെ വിശേഷണം പറയുന്നതാണ് നാത്തായിട്ട് രണ്ടാമതായിട്ട് വരിക. രണ്ടാമത്തത് ജാ അൽ മുഅ്മിനൂൻ അൽ മുഖ്ലിസൂൻ. ജാ അറിഞ്ഞ വന്നു, അൽ മുഅ്മിനൂൻ വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ വന്നു, അൽ മുഖ്ലിസൂൻ നിഷ്കളങ്കരായ ഇഖ്ലാസുള്ള മുഅ്മിനീങ്ങൾ വന്നു എന്നാണ്. അപ്പോൾ ഈ മുഅ്മിനൂൻ എന്നുള്ള വിശ്വാസികൾ, ഈ ഇസ്മിനെ ഒന്ന് വിശേഷിപ്പിക്കുക. അവരെങ്ങനത്തെവരാണ്? ഇഖ്ലാസുള്ളവരാണ്, മുഖ്ലിസൂനാണ്. അതാണ് എന്ത് അവിടെ നാത്തായിട്ട് വരിക, മുഖ്ലിസൂൻ. അപ്പോൾ അൽ മുഖ്ലിസൂൻ അവിടെ ഇതാ. ഇനി മൂന്നാമത്തത് ഹാദാ കലമുൻ ജദീദുൻ. ഹാദാ ഇത് കലമുൻ പേനയാണ്, ജദീദുൻ പുതിയ പേനയാണ്. ഈ കലമ് എന്ന ഇസ്മ് അതിന് എൻ്റെ വിശേഷണമാണ് എന്ത്? ജദീദുൻ പുതിയത്, പുതിയതാണത്. അപ്പോൾ അതാണെന്ത്? നാത്ത്. വിശേഷണം പറയുന്നത് നാത്ത്, പറയപ്പെട്ടതുണ്ടല്ലോ ഇതാണ് പറയപ്പെട്ടത് കലമാണ്, അതാണ് മൻഊത്ത്. 4 അർറജുലുൽ മുഅ്മിനു ലാ യക്ദിബു. അർറജുലുൽ മുഅ്മിനു മുഅ്മിനായ മനുഷ്യൻ, പുരുഷൻ, ലാ യക്ദിബു അവൻ കളവ് പറയൂല എന്നാണ്. അപ്പോൾ ഒരേപോലത്തെ രണ്ടെണ്ണം അർറജുലുൽ മുഅ്മിനു ആണ് അല്ലേ. അർറജുലു മൻഊത്ത്, അൽ മുഅ്മിനു നാത്ത്. അപ്പോൾ അൽ മുഅ്മിനു എന്ന് ഇവിടെ ഇതാം. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നാത്തും മൻഊത്തും വേർതിരിക്കാൻ വരികയാണെങ്കിൽ ഒരേപോലുള്ള രണ്ടെണ്ണം ശ്രദ്ധിക്കുക. അതിൽ ആദ്യത്തേത് മൻഊത്തായിരിക്കും, രണ്ടാമത്തേത് നാത്തായിരിക്കും. വിശേഷണം പറയുന്നത് നാത്തും പറയപ്പെടുന്നത് മൻഊത്തും ആയിരിക്കും എന്നർത്ഥം. ഇനി അടുത്ത ആക്ടിവിറ്റി നക്തുബു ഹാദിഹിൽ അഅദാദ ബിൽ ഹുറൂഫി മഅൽ അഷ്യാഇൽ മുഖ്തലിഫ. വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ എന്ത് ചെയ്യുക? ഹർഫ് അക്ഷരത്തിൽ എണ്ണ എഴുതാനാണ്. ഇവിടെ 4, ഒന്നാമത്തേത് നോക്കൂ, 4 തോവിലാത്ത് എന്നാണ് അല്ലേ. 4 എന്നുള്ളതും പിന്നെ തോവിലാത്ത വസ്തു രണ്ടും കൂടി അങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ അക്ഷരത്തിൽ എങ്ങനെ എഴുതുക? 4 എന്ന് എഴുതരുത് അക്ഷരത്തിൽ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക അറിയോ? അദദും മഅദൂദും നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ആ മഅദൂദ് ആദ്യം എഴുതിയേക്കുക, തോവിലാത്തിൻ എന്നാണ്, തോവിലാത്തിൻ. ഇനി 4ആണ്. അപ്പോൾ ഇവിടെ ഈ മഅദൂദ് എന്ന് പറയുന്ന സാധനം ഇത് മുഅന്നസാണ്. മുഅന്നസാവുമ്പോൾ അദദ് എന്ത് ചെയ്യണം? മുദക്കറാവണം. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അർബഊന്നേ വരുള്ളൂ, അർബഅത്തു എന്ന് വരില്ല. അർബഉ ഇത് മുദക്കറായി, അർബഅത്തു എന്ന് പറയുമ്പോൾ മുഅന്നസാവും. അങ്ങനെ പറ്റൂല. 1 മുതൽ 10 വരെയുള്ളതിൻ്റെ നിയമം എന്താണ്? മഅദൂദ് മുഅന്നസാണെങ്കിൽ അദദ് അഥവാ എണ്ണം മുദക്കറാവണം. ഓപ്പോസിറ്റ് നിയമമാണ്. പിന്നെ മഅദൂദ് മുദക്കറാണെങ്കിലോ അദദ് മുഅന്നസാക്കണം. ഇനി നോക്കൂ, രണ്ടാമത്തത് 7 അബുവാബിൻ അല്ലേ, വാതിലുകളാണ്. അപ്പോൾ അബുവാബിൻ എന്നുള്ളത് നമുക്ക് ഇവിടെ ആദ്യം ഇതാ. എന്താണ്? മഅദൂദ്. മഅദൂദ് ഇതെന്താണ്? മുദക്കറാണ്. നോക്കൂ, ലാസ്റ്റ് ഒന്നുമില്ല, അപ്പോൾ മുദക്കറാന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ അദദിന് എന്ത് ചെയ്യണം? മുഅന്നസാക്കണം. അപ്പോൾ ഇങ്ങനെ 7 സബ്ഉ എന്ന് പോരാ, സബ്അത്തു എന്ന് വരണം. എന്താ? സബ്അത്തു. ഇവിടെ മഅദൂദ് മുഅന്നസായതുകൊണ്ട് അദദിനെ മുദക്കറാക്കി പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, അഥവാ ഇവിടെ ഒന്നുമില്ല, അപ്പോൾ അത് മുദക്കറായി എന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തത് ഈ അബുവാബിൻ എന്നുള്ളത് എന്താണ്? മുദക്കറാണ്. അപ്പോൾ അതിൻ്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? മുഅന്നസാക്കണം. ഇത് അവിടെ കൊടുത്ത് മുഅന്നസാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് 3 അക്ലാമിൻ അല്ലേ. 3 അക്ലാമിൻ. അക്ലാമിൻ എന്ന് പറഞ്ഞാൽ പേനകളാണ്. അതും മുദക്കറാണ്, മഅദൂദ് മുദക്കറാണ്. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് മുഅന്നസാവണം. സലാസത്തു എന്ന് വരണം. സലാസത്തു മുദക്കറായതുകൊണ്ട് ഇവിടെ അതിന് മുഅന്നസാക്കി എന്നർത്ഥം.
3 മുതൽ 10 വരെയാണ് ഈ നിയമം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.